ഹലോ ഹായ് വെൽക്കം ബാക്ക്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അതേ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു മാസം കൊണ്ട് ഞാൻ എങ്ങനെയാണ് 10 മില്യൺ ഷോർട്സ് വ്യൂ കംപ്ലീറ്റ് ആക്കിയത്, അതേപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന എൻ്റെ കുഞ്ഞു ചാനൽ 16,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് വളർന്ന്, അതേപോലെ തന്നെ ഞാൻ മോണിറ്റൈസ്ഡ് ആകാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലിൽ ഞാൻ എന്തൊക്കെ ടിപ്സാണ് ചെയ്തത്, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പ്ലീസ്, നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം നമ്മുടെ ചാനലിന് ഉപകാരപ്പെടും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. 2023 ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 2 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇട്ട് തുടങ്ങിയത് കുട്ടികളുടെ വ്ളോഗ്സ് ആയിരുന്നു. പിന്നെയാണ് ഞാൻ കുക്കിംഗ് വീഡിയോസിലേക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് വ്യൂസ് വളരെയധികം കുറവായിരുന്നു. എന്തൊക്കെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിലും അത് വ്യൂസിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു വർഷത്തോളം വീഡിയോസൊന്നും ചെയ്യാതെ ഇരുന്നു. പിന്നെ ഞാനിങ്ങനെ ഓരോ യൂട്യൂബ് വീഡിയോസുകൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമ്മുടെ ചാനൽ ഗ്രോത്ത് ആകുള്ളൂ. അതേപോലെ തന്നെ ലോങ് വീഡിയോസിന് വ്യൂസ് കുറവായിരുന്നു. അപ്പോൾ വൈറൽ കണ്ടൻറ്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഇടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് റീച്ച് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ യൂട്യൂബിനെ കുറിച്ചുള്ള കുറേ വീഡിയോസുകൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീണ്ടും യൂട്യൂബ് ചാനൽ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇട്ട് നോക്കിയതാണ്. അങ്ങനെ ഒരു 4 മാസം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസുകളൊക്കെ ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് ഷോർട്സ് ഇടാൻ തുടങ്ങി. ഷോർട്സ് ഇടാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഡെയിലി ഒരു 10-50 സബ്സ്ക്രൈബേഴ്സോളം നമുക്ക് വരാൻ തുടങ്ങി. യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആകണമെങ്കിൽ നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസും 90 ഡേയ്സിനുള്ളിൽ വേണം. അപ്പോൾ എൻ്റെ ചാനലിന് 1000 സബ്സ്ക്രൈബേഴ്സായി, പക്ഷേ 4000 വാച്ച് അവർ എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലോങ് വീഡിയോസിന് എനിക്ക് വ്യൂസ് വളരെയധികം കുറവായിരുന്നു. എനിക്ക് ഷോർട്സിനായിരുന്നു അധികം വ്യൂസ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ കൂടുതലും ഷോർട്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു 2 അല്ലെങ്കിൽ 3 ഷോർട്സ് അപ്ലോഡ് ചെയ്യും. അത് കറക്റ്റ് ഒരു ടൈം, ഞാൻ നിശ്ചിത ടൈം കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ മാത്രമേ ഞാൻ എല്ലാ ദിവസവും ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളൂ. വീഡിയോസ് ഇട്ടിരുന്ന സമയത്ത് ആദ്യമൊക്കെ എനിക്ക് ഒരു ടൈം റെഗുലറായിട്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് എപ്പോഴാണ് തോന്നുന്നത് അപ്പം ഞാൻ വീഡിയോ ഇടായിരുന്നു. ചില ദിവസങ്ങളിൽ വീഡിയോ ഇടയില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ കുറേ വീഡിയോസുകൾ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ കറക്റ്റായിട്ട് ഒരു ടൈമിൽ എല്ലാ ദിവസവും വീഡിയോ ഇടാമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തും. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മുടെ ചാനൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും നമുക്ക് ഏത് ടൈമാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ റീച്ച് ആകുന്ന ടൈം നമുക്ക് നമ്മുടെ ചാനലിന് ഉണ്ടാകും. അപ്പം അങ്ങനെ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് അങ്ങനെ നോക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലായത്, ഈ ഒരു ടൈമിൽ നമ്മൾ വീഡിയോസ് ഇടാമെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് ആ ഗ്രാഫ്, നമ്മുടെ വീഡിയോസ് എപ്പോഴാണ് കൂടുതൽ വ്യൂസ് കിട്ടുന്ന ആ ഗ്രാഫ് അനുസരിച്ച് ഇട്ട് തുടങ്ങിയപ്പോഴാണ് എല്ലാ ദിവസവും ഞാൻ ആ ടൈമിൽ തന്നെ ഇടാൻ ശ്രമിച്ചു. അപ്പോഴാണ് എനിക്ക് കൂടുതൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടിത്തുടങ്ങിയത്. ലോങ് വീഡിയോ ആഴ്ചയിൽ 2 വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടാറുള്ളത്. കൂടുതലായിട്ടും ഞാൻ ഷോർട്സ് ആയിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മുടങ്ങാതെ ഷോർട്സ് അപ്ലോഡ് ചെയ്യും. ഷോർട്സ് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല കണ്ടൻറ്റുകൾ തിരഞ്ഞെടുക്കുക. എൻ്റെ കണ്ടൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികവും കുക്കിംഗ് വീഡിയോസായിരുന്നു അധികവും ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ വൈറൽ കണ്ടൻറ്റുകൾ
യൂസ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ കണ്ടൻറ്റ്, അതായത് നമുക്ക് ഏത് കണ്ടൻറ്റുകൾ ഉപയോഗിച്ചാലാണ് നമ്മുടെ ചാനൽ വൈറലാകുക എന്നത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് യൂട്യൂബ് തന്നെ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ട്രെൻഡ് എന്ന ഭാഗം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വീഡിയോസ് കാണാം. അപ്പോൾ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലിന് നല്ല ഗ്രോത്തും അതേപോലെ തന്നെ കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തും. ഇത് ഞാൻ പരീക്ഷിച്ച് കണ്ടറിഞ്ഞ കാര്യമാണ്. പിന്നെ നമ്മൾ വീഡിയോസ് ഇടുന്നത് സ്കിപ്പ് ചെയ്യുമ്പോൾ, അതായത് ഒരാഴ്ച ഇട്ടില്ല അങ്ങനെ സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ ഡൗൺ ആയി പോകും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർക്ക് പോലെ ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ കിട്ടും. അത് എൻ്റെ അനുഭവമാണ്. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ, ഞാനൊരു ദോശയുടെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് അത് ഒരു 1 വീക്ക് കൊണ്ട് തന്നെ ഒരു 5 മില്യൺ വ്യൂസ് എത്തി. ഒരു മാസം കംപ്ലീറ്റ് ആയപ്പോഴേക്കും എനിക്ക് 10 മില്യൺ ഷോർട്ട് വ്യൂസ് കംപ്ലീറ്റ് ആക്കുകയും അങ്ങനെ എനിക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കേണ്ട ആവശ്യം വന്നില്ല. 10 മില്യൺ ഷോർട്ട്സ് 90 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നന്നായി നല്ല കണ്ടൻറ്റുള്ള ഷോർട്ട്സ് അല്ലെങ്കിൽ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് യൂട്യൂബിൽ നല്ല പൊസിഷനിൽ എത്താൻ കഴിയും. അതേപോലെ തന്നെ ഒരു ഒറ്റ വീഡിയോസ് കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ഷോർട്സ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടും. ലോങ് വീഡിയോനെക്കാട്ടും കൂടുതൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത് ഷോർട്ട് വീഡിയോക്കാണ്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ പെട്ടെന്ന് ഗ്രോ ആകാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു ആപ്പ് ഉണ്ട്, വീഡിയോയ്ക്ക് എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പം ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഈ ഒരു ആപ്പ് നമ്മുടെ വീഡിയോസിനായിക്കോട്ടെ അല്ലെങ്കിൽ ഷോർട്സിനായിക്കോട്ടെ നല്ല ടൈറ്റിലും അതേപോലെ തന്നെ നല്ല തംബ്നെയിലുകളും നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ ചാനൽ കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തണമെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് വൈറലാകണമെങ്കിലും നമുക്ക് നല്ല കണ്ടൻറ്റും നല്ല തംബ്നെയിലും വേണം. അപ്പം ഈ ഒരു ആപ്പ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. നമുക്ക് പെയ്ഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സുകൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നെ ഒരുപാട് സഹായിച്ച ഒരു ആപ്പാണിത്. ഇതിനകത്ത് ഡെയിലി നമുക്ക് കുറേ ടാർഗറ്റുകളെല്ലാം നമ്മുടെ ചാനൽ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് തരും. അപ്പോൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു ആപ്പാണ്. അപ്പോൾ എൻ്റെ ചാനൽ വളരെ സാധാരണമായിട്ട് വലിയ എഡിറ്റിംഗ് ഒന്നും എനിക്കറിയില്ല, അങ്ങനെ തുടങ്ങിയ ഒരു കുക്കിംഗ് ചാനലാണ്. അതേപോലെ തന്നെ കുട്ടികളുടെ വ്ളോഗ്സും ഞാൻ ഇതിൽ ഇടാറുണ്ട്. അങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനൽ പെട്ടെന്ന് 5000 സബ്സ്ക്രൈബേഴ്സിൽ എത്തിയപ്പോഴേക്കും ഞാൻ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി 5K എന്നുള്ളൊരു കേക്ക് ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. 2 ദിവസം കൊണ്ട് തന്നെ അത് 10K സബ്സ്ക്രൈബേഴ്സായി. പിന്നെ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് 16,000 സബ്സ്ക്രൈബേഴ്സിലെത്തി. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് പറയണത് വളരെയധികം സത്യമാണ്. എനിക്ക് അത് കിട്ടി. എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും തുടങ്ങാം. നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിന് റിസൾട്ട് ഒരു ദിവസം നമുക്ക് കിട്ടും. യൂട്യൂബിൽ എത്ര അറിയാത്തവർക്ക് പോലും യൂട്യൂബ് ചാനൽ എങ്ങനെ നമ്മുടെ ചാനൽ ഗ്രോത്ത് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം, എങ്ങനെ മോണിറ്റൈസ്ഡ് ആക്കാം, എങ്ങനെ വൈറലാക്കാം എന്നുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടിട്ടാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പ്ലീസ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.